ഇരിക്കുന്ന സങ്കീർത്തനക്കാരൻ കോരകപുത്രന്മാർ ഇവിടെ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് ഹാല്യാസ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കപ്പെട്ടത്. ഹാല്യാസ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചെവി കൊണ്ട് ചില കാര്യങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ ചെവി കൊണ്ട് ചില കാര്യങ്ങൾ കേട്ടിരിക്കുന്നു. ആ കേട്ട കാര്യങ്ങൾ ഹാല്യാസ്തോത്രം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പലതിലും ജയം നേടിയിട്ടുണ്ട്. ആ നേടിയത് 1 നിൻ്റെ വലം കൈ കൊണ്ട്, 2 നിൻ്റെ ഭുജം കൊണ്ട്, 3 മുഖപ്രകാശം കൊണ്ട്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ ജയം നേടിയത് 1 വലം കൈ കൊണ്ട്, 2 ഭുജം കൊണ്ട്, 3 മുഖപ്രകാശം കൊണ്ട്. എന്നാൽ ഇന്ന് നീ ഞങ്ങളോട് പുറപ്പെടുന്നില്ല. പിതാക്കന്മാരോടുകൂടെ പുറപ്പെട്ടു. പക്ഷെ ഇന്ന് നീ എന്ത് ചെയ്യുന്നില്ല? ഞങ്ങളുടെ കൂടെ പുറപ്പെടുന്നില്ല. അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിച്ചു. ഹാല്യാസ്തോത്രം, ഞങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തിട്ടില്ല? പിന്തിരിഞ്ഞിട്ടില്ല. വഴികൾ നിന്നെ വിട്ടുമാറിയിട്ടും ഇല്ല. വഴികൾ നിന്നെ വിട്ടുമാറിയിട്ടുമില്ല. അപ്പോൾ പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ നേടിയ ജയം ഞങ്ങൾക്ക് നേടാൻ കഴിയാത്തത് എന്തുകൊണ്ട്? നീ അവരെ ഒന്ന് മനസ്സിലാക്കി. ദൈവം ഞങ്ങളോട് കൂടെ പുറപ്പെടുന്നില്ല. ഇത് മനസ്സിലാക്കി. ദൈവം ഞങ്ങളെ കൂടെ പുറപ്പെടുന്നില്ല. എന്നിട്ട് അവർ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയം ഇതുവരെ പിന്തിരിഞ്ഞിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? പിന്തിരിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നീ ഞങ്ങളോട് പുറപ്പെട്ടില്ല? ഞങ്ങളുടെ ഹൃദയം പിന്തിരിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവമേ പിതാക്കന്മാരോട് കൂടെ പുറപ്പെട്ടതുപോലെ നീ ഞങ്ങളോട് പുറപ്പെട്ടിട്ടില്ല? പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഓരോ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. നമ്മുടെ മോശ, പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന മോശ, ഹല്ലേലൂയ സ്തോത്രം, എപ്പോഴ് ജനിച്ചു? എപ്പോൾ ജനിച്ചു? എപ്പോഴും ജനിച്ചു? ഇവിടെ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എപ്പോൾ മോശ ജനിച്ചു എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം കയ്പായിരുന്ന സമയത്ത്, 2 ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്ന സമയത്ത് മോശ ജനിച്ചു. മോശ എങ്ങനെ ജനിച്ചു? മോശ എങ്ങനെ ജനിച്ചു? ഏതെങ്കിലും രീതിയിലൊരു വിവാഹം നടന്നിട്ടല്ല മോശ ജനിച്ചത്. ലേവ്യ കുടുംബത്തിലെ ഒരുവൻ ലേവ്യ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ, അവർ വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ, ഒരു വീണ്ടെടുപ്പുകാരനെ അവരിൽ നിന്ന് ദൈവം ജനിപ്പിച്ചു. ഇത് മനസ്സിലായി? വീണ്ടെടുപ്പുകാരൻ ജനിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിയും വേർപാടുമുള്ള ഒരു കുലത്തിലെ ജനിക്കും. അതിന് എവിടെയെങ്കിലും ചെന്നിട്ട് എവിടെയെങ്കിലും കയറി പാർക്കുന്ന ഒരു ലേവ്യ കുടുംബത്തിൽ ജനിക്കില്ല. അവിടെ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ലേവ്യ കുടുംബത്തിലെ ഒരുവൻ ലേവ്യ കുടുംബത്തിലെ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചു. അപ്പോൾ ദൈവം കയ്പായ ജനത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരുവനെ എണീപ്പിച്ചു. ഈ എണീപ്പിച്ച മോശ
3 മാസം മുതൽ എത്ര വയസ്സ് വരെ? 40 വയസ്സ് വരെ എവിടെ പാർക്കുന്നു? കൊട്ടാരത്തിൽ പാർക്കുകയാണ്. കൊട്ടാരത്തിൽ പാർക്കുന്നു. ഈ കൊട്ടാരത്തിൽ പാർക്കുമ്പോഴും മോശയുടെ ഉള്ളത്തിനകത്ത് എന്താണുള്ളത്? താൻ ഇസ്രായേൽ ജനത്തെ ഇവിടെ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുപോകാൻ ദൈവത്താൽ എണീക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇസ്രായേൽ മക്കളാണ്. ഞാൻ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണണം. ഈ ചിന്തയാണ് മോശയുടെ ഉള്ളിലുള്ളത്. എന്നാൽ ഈ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നിട്ടും മോശ ഒരു വാക്ക് പോലും ഇസ്രായേൽ മക്കളെ കുറിച്ച് ഫറവോനോട് എന്ത് ചെയ്തിട്ടില്ല? മിണ്ടിയിട്ടുണ്ടോ? മിണ്ടിയോ? ഒരു ദിവസം പോലും ഇസ്രായേൽ മക്കളെ കുറിച്ച് ഫറവോനോട് മോശ സംസാരിച്ചിട്ടില്ല. മോശ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലുള്ള ജ്ഞാനം അഭ്യസിപ്പിച്ചു. അവിടത്തെ ആയുധ കലകൾ പഠിച്ചു. ഫറവോന്റെ പുത്രി എന്നുള്ള ബഹുമതിയിൽ ജീവിച്ചു. രാവിലെ എണീക്കുമ്പോൾ പാൽക്കഞ്ഞി, ഉച്ചയ്ക്ക് വിഭവസമർത്ഥമായ ആഹാരം, അല്ലേ? ഇതെല്ലാം കൊണ്ട് കൊട്ടാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചു. പക്ഷെ തൻ്റെ ജനനവും ദൗത്യവും മോശ എന്ത് ചെയ്തിട്ടില്ല? ഫറവോനോട് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് മനസ്സിലായി, ഇവൻ ഇവിടെ കിടന്നാൽ എന്ത് ചെയ്യില്ല, എൻ്റെ ദൗത്യം പൂർണ്ണമാകില്ല. ഇവൻ സഹോദരങ്ങളെ കാണാനായിട്ട് പോയി. അവിടെ വെച്ച് സഹോദരങ്ങൾക്ക് അനിഷ്ടമായ കാര്യം കണ്ടു, ഇല്ലേ? പക്ഷെ ദൈവത്തിന് ഹിതമായ കാര്യമായി കണ്ടോ? സഹോദരങ്ങൾക്ക് അനിഷ്ടമായി ഒരുത്തൻ ചെയ്യുന്നത് കണ്ടു. പക്ഷെ ദൈവഹിതം എന്തെന്ന് അവൻ ഇതുവരെ കണ്ടില്ല. ദൈവത്തിന്റെ നിയോഗം എന്തെന്ന് അവൻ കണ്ടില്ല. സഹോദരങ്ങൾക്ക് വേണ്ടി അവ ഇടപെട്ടു. പൗലൂസ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സഹോദരങ്ങൾക്ക് വേണ്ടി ഇടപെട്ടപ്പോൾ, ദൈവഹിതമല്ലാതെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ നമ്മൾ എന്തായി തീരുന്നു എന്ന് പൗലൂസ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനു വായിക്കുന്നു? പോട്ടെ, അതെല്ലാം പാസ്റ്റർ ദൗത്യമാണ്. പാസ്റ്റർ വായിച്ചോളാം. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 9:2, ഹല്ലേലൂയ, സ്തോത്രം. അതിനു മുമ്പേ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ട, ദൈവഹിതമല്ലാതെ ഒരു സഹോദരന് വേണ്ടി ഇടപെടുമ്പോൾ നമ്മൾ എന്തായി മാറുകയാണ്? മനസ്സിലായ? അത് മുഖാന്തരം നീ ഇടപെടാതെ നിനക്ക് ദുഃഖവും. വായിച്ചേ വാക്യം താഴോട്ട്. അല്ല, അടുത്ത വാക്യം, 2-ാം വാക്യം 9:2. ഇടപെടാതെ നോവും വലിയ ദുഃഖവും. ശാപം വന്നത് അങ്ങനെയാണ്. അല്ലാതെ നമ്മളെ സമ്പത്തിൽ എന്ത് ചെയ്തില്ല, കുറച്ചില്ല. ഇടപെടാത്ത നോവ്, വേദന തന്നു. 2, ദുഃഖം തന്നു. ദൈവഹിതമല്ലാതെ
ഒരുവന് വേണ്ടി, ഒരു സഹോദരന് വേണ്ടി നമ്മൾ കയറി ഇടപെട്ടാൽ, പ്രിയ ദൈവമക്കളെ, നമ്മളെ കൊന്നുകളയൊന്നുമില്ല, നമ്മുടെ സമ്പത്തിൽ കുറവും വരുത്തിയില്ല. പക്ഷേ നോവ് തന്നു ദൈവം, ഇടപെടാത്ത ദുഃഖവും തന്നു. ഇവിടെ മോശയ്ക്ക് എന്തു കൊടുത്തു? ദേശത്തുനിന്ന്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട അനുഭവം വന്നോ? എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയത് അതൊന്നുമല്ല. മോശ ഓടി, അവിടെ നിന്ന് ഓടി സ്തോത്രം ചെയ്യുന്നു, മിദ്യാനിലെത്തി. ആ 2-ാം അധ്യായം 20-ാം വാക്യം, പുറപ്പാട് പുസ്തകം 2:20 വായിച്ചേ. അപ്പൊ മോശയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? ഭക്ഷണം. കൊട്ടാരത്തിൽ കിടന്നപ്പോ എന്തില്ല? ഇത് വേണോ? നോവ് കിട്ടിയതിൻ്റെ കാര്യം ഒന്നാമത്തെ വിഷയം മനസ്സിലായ? കൊട്ടാരത്തിൽ കിടന്നപ്പോൾ 10 മണിയാവുമ്പോൾ വന്ന് ദാസീദാസന്മാർ ചോദിക്കും, യജമാനെ എന്തിന് കഴിക്കണം? 1 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് ചോദിക്കും, പാൽക്കഞ്ഞി കൊണ്ടുവരട്ടോ, സംഭാരം കൊണ്ടുവരട്ടോ. ഇവിടെ ഉച്ചയായിട്ട് എന്തില്ല? കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ ആഹാരം കിട്ടിയില്ല. അതാർക്ക് മനസ്സിലായി? മിദ്യാനിലെ പുരോഹിതന് മനസ്സിലായി. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളെ രക്ഷിച്ചതല്ലേ, നിങ്ങൾ അവനെ ആഹാരത്തിന് ക്ഷണിക്കാത്തതെന്ത്? ശാപം വന്ന ഒന്നാമത്തെ രീതിയുണ്ടോ? എന്തിലാ ബുദ്ധിമുട്ട് വരുത്തിച്ചത്? ഭക്ഷണത്തിൽ ബുദ്ധിമുട്ട് വരുത്തിച്ചു. കിടക്കാൻ ഇടമില്ലാതെയായി. ഇതെല്ലാം 40 വർഷങ്ങൾ മോശ ഈ ദുഃഖങ്ങൾ അനുഭവിച്ചു. 80-ാമത്തെ പുറപ്പാട് പുസ്തകം 7:7 വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചോ വേഗത്തിൽ. അപ്പൊ ഇപ്പൊ കൊട്ടാരത്തിൽ പാർത്ത അത്രയും വർഷം എവിടെ പാർത്തു? ആടുകളുടെ ഇടയിൽ. ദാസീദാസന്മാരുടെയും ആയുധ ആല്യാസ്തോത്ര യുദ്ധ വീരന്മാരുടെ ഇടയിൽ പാർത്തവൻ ഇപ്പൊ എവിടെ പാർത്തു? അപ്പൊ നേരത്തെ ആടുകളുടെ ഇടയിൽ പോയെങ്കിൽ വല്ല കാര്യം കുഴപ്പമുണ്ടായിരുന്ന? ഈ വാർദ്ധക്യത്തിൽ ആടുകളുടെ ഇടയിൽ കിടക്കേണ്ടി വരുമായിരുന്ന? നേരത്തെ ആടുകളുടെ ഇടയിൽ കിടക്കണമെന്നൊരു മോഹം നമ്മളെ ഉള്ളിലുണ്ടോ? നേരത്തെ ഇതൊന്നും വിട്ടുപോരാൻ നമുക്ക് എന്തില്ല? മനസ്സില്ല. അപ്പം ദൈവം വിചാരിച്ച എന്നാ മനസ്സില്ലാത്ത സമയത്ത് നിന്റെ ബലം ക്ഷയിക്കുന്ന നാളിൽ ഞാൻ നിന്നോട് കാര്യം തീക്കാം. ഇന്ന് പലരും അങ്ങനെയാണ്. വാർദ്ധക്യത്തിലാണ് കിടന്ന് എന്ത് ചെയ്യുന്നത്? പിടാപ്പാട്. ആദ്യം ഇറങ്ങി പുറപ്പെടാൻ മനസ്സ് പിടികിട്ടിയോ? ആദ്യം ഇറങ്ങി പുറപ്പെടാൻ മനസ്സില്ല. സഹോദരങ്ങൾക്ക് വേണ്ടി ശാപഗ്രസ്തനാകാൻ മനസ്സ്, പക്ഷെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സ് ഇല്ല. ദൈവത്തിന് വേണ്ടി അവൻ ഒരു വാക്ക് സംസാരിക്കാൻ 40 വർഷങ്ങൾ പിന്നും എന്ത് ചെയ്യേണ്ടി വന്നു? അത് ചിലത് വിട്ടുപോരാൻ മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ അതുകൂടെ എന്ത് ചെയ്യണം? ഇനി പൗലോസ് അപ്പോസ്തലനെ ഹല്ലേലൂയ സ്തോത്രം എപ്പോഴും ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം ഇട നൽകി? പൗലോസ് അപ്പോസ്തലനെ എപ്പോൾ ദൈവം പ്രസംഗിക്കാൻ ഇട നൽകി? പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം വായിച്ചോ വേഗത്തിൽ.
അങ്ങനെ അനന്യാസ് അവന്റെ വീട്ടിൽ ചെന്ന് കൈവച്ചു. ആ ആ ആ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ വീണു. ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, ഈ ചെതമ്പൽ വീണതിന് മുമ്പും പൗലൂസിന്റെ കയ്യിൽ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. അത് വെച്ചോണ്ട് പലരെയും ഉപദ്രവിക്കാനേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ആണോ? പൗലൂസ് ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് പൗലൂസിന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്, ന്യായപ്രമാണമുണ്ട്, ഗമാലിയന്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ചു എന്ന ഗർവവുമുണ്ട്. ഈ സമയത്ത് അത്രയും പൗലൂസിന്റെ കണ്ണിനകത്തിരുന്നത് ഒരു ചെതമ്പലിരുന്നു. ചെതമ്പലും വെച്ചുകൊണ്ടാണ് ഇവ ഇതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവൻ ആത്മീയ കാഴ്ചപ്പാടില്ല, ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ കൂടെയാണ് ഇവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മനസ്സിലായി ഈ കണ്ണിലുള്ള ചിതമ്പൽ വിഴുന്നാലേ ഇവൻ ആത്മീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇന്ന് പകലിന് ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പുറത്തെ ഉള്ള ചിതമ്പൽ വീഴണം. എങ്കിലേ പിതാക്കന്മാരോട് ഇവിടെ ഇരുന്ന ദൈവം നമ്മളോട് ഇരിക്കും. ഈ ചിദംബലം എന്ന് പറയുന്ന സാധനം എന്തെന്നറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോബിന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 15 വാക്യം ഒന്ന് വായിച്ച. വേഗത്തിൽ വിശേഷം. ആ ചെതുമ്പൽ നിര അവന്റെ ഡംബമാകുന്നു. ഇത് കയറി കണ്ണിൽ പറ്റിയിരിക്കുകയാണ്. ഇത് താഴെ വീഴുന്നാലേ ദൈവത്തിന് വേണ്ടി എനിക്കായിരുന്നാലും നിങ്ങൾക്കായിരുന്നാലും പ്രയോജനം ചെയ്യാൻ കഴിയൂ. ഇത് താഴെ വീഴാത്തടത്തോളം കാലം പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും പിതാക്കന്മാരുടെ ദൈവം നമ്മളോട് വരില്ല. ചില ഡംബം, അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ കയറി കണ്ണിൽ പിടിച്ചിരിക്കുകയാണ്. പൗലൂസിനുണ്ടായിരുന്ന ഒന്നാമത്തെ നിഗളം എന്താ? ഒന്നാമത്തെ നിഗളം പൗലൂസ് പറയുന്നത് എപ്പോഴും ഞാൻ യഹൂദനാണ്. പ്രവൃത്തിയുടെ പുസ്തകം 21-29 വായിക്കുമ്പോൾ ഞാൻ യഹൂദൻ, ഈ ജാതി പറഞ്ഞുള്ള ഒരു അഹങ്കാരമുണ്ട്, നിഗളമുണ്ട്. ഞാൻ ഇന്നവനാണ്, ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, ഇന്ന വീട്ടിൽ ജനിച്ചവനാണ്, ഇന്നടത്തുള്ളവനാണ്. അത് നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യണം? കളയണം. ദൈവത്തിന് നിന്റെ കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിതാക്കന്മാർ നേടിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ചിന്ത അങ്ങ് കളയണം. ഞാൻ യഹൂദനാണ്. രണ്ടാമത് പൗലൂസിനുള്ള ഒരു വലിയൊരു അഹങ്കാരം, ഹല്ലേലൂയ സ്തോത്രം, പ്രവൃത്തിയുടെ പുസ്തകം 22:3 എടാ, ഞാൻ പഠിച്ചത് ഗമാലിയനെ, ന്യായപ്രമാണം മറ്റുള്ള യഹൂദന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഗമാലിയന്റെ കീഴിലിരുന്ന് ഞാൻ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവൻ. ഈ അഹങ്കാരം അവ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു സെന്റൻസാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ, ഈ അഹങ്കാരം ഉണ്ടോ? എൻ്റെ അപ്പൻ ഭയങ്കര ശുശ്രൂഷകനായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വാസം നിനക്കുണ്ടോ? പൗലൂസ് ചോദിക്കുന്നത്, നിന്റെ അമ്മൂമ്മ ഒരു ഓഫീസിലുണ്ടായിരുന്ന വിശ്വാസം നിനക്കുണ്ടോ?
അവർ വേർപെടാൻ തയ്യാറായിരുന്നു, വേർപെട്ട് വരാൻ തയ്യാറായിരുന്നു. നിനക്കിതുവരെ വേർപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീ ഇന്നും ഞാൻ ഗമാലിയന്റെ കാൽക്കീഴിലിരുന്ന് വചനം പഠിച്ചു എന്ന അഹങ്കാരമല്ലേ ഇന്നും നമ്മളെ ഭരിക്കുന്നത്? 3 പൗലോസ് പറയും, ഞാൻ റോമൻ പൗരനാണ്, എന്നെ അടിക്കാൻ ആർക്കും വ്യവസ്ഥ ഇല്ല, ഞാൻ റോമൻ പൗരനാണ്. അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയവൻ പോലും കൈ എന്ത് ചെയ്തു? താത്തു. നീ റോമൻ പൗരനോ? ഞങ്ങൾ ഏറിയ നാൾ കൊണ്ട് കപ്പം കൊടുത്ത് അത് വാങ്ങിയിരിക്കുന്നു, ഞാൻ അതിൽ ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ കുറെ ഡംബങ്ങൾ കണ്ണിൽ എന്ത് ചെയ്തിരുന്നു? പൗലൂസിന് ചിദംബലായി വന്ന് കണ്ണിൽ പെട്ടിരുന്നു. അനന്യാസ് കൈവച്ചപ്പോൾ ഇവന്റെ കണ്ണിൽ നിന്ന് ഇതൊക്കെയാണ് ഇളകി പെയ്യത്. അത് പൗലൂസ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചേ. അനന്യൻ എങ്കിൽ ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നത് ഫിലിപ്പോസിന്റെ കൈവെപ്പിനാൽ അവന്റെ കണ്ണിൽ നിന്ന് അങ്ങ് പയ്യ എന്തെല്ലാം എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിൽ ജനനം കൊണ്ട് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു മുഖാന്തരം എല്ലാം എങ്ങനെ എണ്ണി? ഛേദമെന്നെണ്ണി. പ്രിയ ദൈവങ്ങളെ, ഇന്ന് നമ്മൾ സഭയിൽ വരുന്നുണ്ട്, അല്ല ഹൃദയം നമ്മളെ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല, പക്ഷെ ഇതൊന്നും ഛേദമായിട്ട് എണ്ണാൻ നമുക്ക് എന്തില്ല. നമ്മൾ സഭയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് സങ്കീർത്തനക്കാരനെ പോലെ നമ്മളും ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ വിട്ടു മാറിയിട്ടില്ല, ഞങ്ങളുടെ ഹൃദയം നിന്നെ ചതിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും നീ ഞങ്ങളെ കൂടെ വരുന്നില്ല. കാരണം ന്യായപ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, ആല്യാസ്തോത്രം ചെയ്യുന്ന ആരാധന നമ്മൾക്കുണ്ട്, നമുക്ക് പല ദൈവിക കൂട്ടായ്മകളുമുണ്ട്, പക്ഷെ ദൈവം നിന്റെ കൂടെ വരത്തക്ക രീതിയിൽ നീ ചിലത് വിട്ടുമാറിയിട്ടില്ല. ആദ്യം അത് മാറട്ടെ, ദൈവം നിന്റെ കൂടെ വരും. ഈ ഒറ്റപ്പെടുത്തുന്നത് ദൈവത്തിനൊരു ഹോബിയാ. നിന്നെ വേർപെടുത്തും, നിന്നെ വേർപെടുത്തി കൊണ്ടുപോകും. ഒറ്റപ്പെടണം. ഒറ്റപ്പെടലിൻ്റെ ആ മനോവ്യസനം നീ അറിയണം. യോഹന്നാനെ ഒറ്റപ്പെടുത്തിയത് എന്തിനാണ്? പറ. അപ്പോസ്തലനായ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനെ ഒറ്റപ്പെടുത്തിയത് എന്തിനാണ്? യോഹന്നാൻ ആത്മാവിൽ ആരാധിക്കാത്തവനല്ല, യോഹന്നാൻ കർത്താവിൻ്റെ കൂടെ നടന്ന ആത്മാവിനെ പ്രാപിക്കാത്തവനല്ല, ശരിക്കുമുള്ള ആത്മാവിൻ്റെ വിവശതയിൽ അവനായിട്ടില്ല. കാരണം എന്താണ്? ആരെങ്കിലും മറ്റൊരാൾ ക്രിസ്തുവിനെ, ഒരു സ്നാനപ്പെടാത്ത ഒരുത്തൻ, രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണെങ്കിൽ ഉടനെ അവൻ്റെ ചിന്ത എന്താണ്? ആകാശത്ത് നിന്ന് തീയിറക്കി പറ നശിപ്പിക്കട്ടെ എന്നോ. അപ്പോഴേ തന്നെ കർത്താവ് ചോദിച്ചു, നീ ഏത് ആത്മാവിൻ്റെ അധീനതയിലുള്ളത്? ഞാൻ വന്ന് രക്ഷിക്കപ്പെടുത്താനാണ്. അപ്പൊ ഈ ചിന്ത യോഹന്നാനിൽ ഉണ്ടായിരുന്നപ്പോഴും 3.5 വർഷം കർത്താവിൻ്റെ കൂടെ അവൻ നടന്നപ്പോൾ ഈ ചിന്ത അവൻ എന്ത് ചെയ്തിട്ടില്ല? വിട്ടുമാറിയില്ല. ഈ ചിന്ത വിട്ടുമാറി അവൻ ആത്മാവിൽ വിവശനാകേണ്ടതിന് യോഹന്നാനെ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ കൊണ്ടുപോയി. അല്ലേ? അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ 10 ദിവസത്തിൽ
ആത്മാവിൽ വിവശനായി. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കൂട്ടങ്ങളിൽ നടക്കുന്ന നിങ്ങൾ ഇതുവരെ, ഞാൻ ഇതുവരെ ആത്മാവിൽ വിവശനായിട്ടുണ്ടോ? ഉണ്ടോ? പറ. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവനെതിരെ എങ്ങനെ ഇട്ട് കുരുക്ക്, അവൻ എങ്ങനെ പണിയാം, അല്ലേ? അവൻ എങ്ങനെ ഇട്ടൊരു കൊട്ട്. കാര്യം നമ്മൾ കൂട്ടത്തിൽ കിടക്കുകയാണ്. ഇപ്പൊ എൻ്റെ മോൻ വന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണ്, നീ ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ അടുത്ത് അത് കാണിച്ച അവൻ എന്തൊരു ഒരു കൊട്ട് ദൈവമേ നീ കൊടുക്കും. ആത്മാവിൽ വിവശനാവൂല. ആവോ? നിന്റെ ചിന്ത പ്രതികാരത്തിന്റെ ചിന്തയാണ്. ഇവനിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കാം. അപ്പൊ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ആരും വന്ന യോഹന്നാനോട് പരാതി പറയാൻ ഉണ്ടോ? എൻ്റെ അടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഒറ്റയ്ക്കായി. അവിടെ എഴുതിക്കുന്ന യോഹന്നാൻ യേശുവിൻ്റെ വചനവും സാക്ഷ്യവും മുഖാന്തരം, ഇത് രണ്ടുമേ ഇപ്പോൾ ആരേലുള്ളൂ? പറ. യോഹന്നാൻ്റെ അല്ലേ ഇത് രണ്ടുമേ ഉള്ളൂ. എന്താണ്? ദൈവവചനവും സാക്ഷ്യവും. അല്ലാതെ മറ്റൊരുത്ത എന്തിനു ചെയ്യണ്, മറ്റൊരുത്ത എന്ത് കാട്ടിക്കൂട്ടണം, ഇതൊന്നും യോഹന്നാന് ചിന്തിക്കാൻ. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വചനം പ്രസംഗിച്ചപ്പോൾ അവ അങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചില്ല. അവ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. അവ അപ്പുറത്ത് അവൻ്റെ ചെറുകുട്ടിയോടെ ചിരിച്ചോണ്ടിരുന്നു. ഇതിനടുത്ത ആഴ്ച എന്തൊരു കൊട്ട്. ഇതല്ലേ എൻ്റെ ചിന്ത. അപ്പൊ ഞാനെന്തൊരു ആത്മാവിൽ വിവശനായിട്ടാ വചനം പ്രസംഗിക്കണത്? പറ. ഈ ചിന്തയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആത്മാവിന്റെ ചിന്തയിലാണ് പ്രസംഗിക്കുന്നത്. അത് കണ്ട് യോഹന്നാനെ ദൈവം പത്മോസ് ദ്വീപിൽ കൊണ്ടുപോയി. നീ ആരെ കുറിച്ചൊന്നും ചെയ്യണ്ട. ഇപ്പൊ നിന്റെ കൂടെ ഉള്ളത് ആരാണ്? അനു ആര്? അനു ആലോചിക്കണം, ഇങ്ങനെ ഒരു ശല്യമായി തീർന്നു. സ്തോത്രം. എന്താണ് ഞാൻ അനുവിൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചതെന്ന് അനുവിന് പിടി കിട്ടിയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ കൂടെ ഉള്ളത് ആര്? കുറെ അസ്ഥികൂടങ്ങളും തിരിച്ചു സംസാരിക്കാൻ കഴിവില്ലാത്ത അസ്ഥികൂടങ്ങളും കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവും. ഇനി നീ ആത്മാവിലാവും. ഇനി നിന്റെ ചിന്ത എന്താണ്? ഇവിടെ നിന്നെങ്ങനെ രക്ഷപ്പെടാം. മറ്റവനെ കുറിച്ചുള്ള പ്രതികാരമല്ല, മറ്റവനൊരു കൊട്ടു കൊടുക്കണമെന്നുള്ള ചിന്തയല്ല. ഇവിടെ നിന്ന് നിനക്കെങ്ങനെ രക്ഷപ്പെടാം? ഇവിടെ വരാൻ കഴിവുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവ്. ആ കർത്താവിൽ അവൻ മുറുകെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് അവിടെ വന്നു. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. മനസ്സിലായി? പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം. ഇപ്പൊ ഞാൻ ഒരു വചനമെടുത്ത് നിങ്ങളെ കൊട്ടണമെന്നുള്ള കാര്യമൊന്നുമില്ല. ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പൗലൂസിന്റെ കയ്യിൽ നിന്ന് കണ്ണിൽ നിന്ന് അതങ്ങോട്ട് അങ്ങനെ വീഴുന്നപ്പോൾ പൗലൂസ് 9:22 നേരത്തെ ശക്തി പ്രാപിച്ച എന്തിലായിരുന്ന പൗലൂസ്? ഹലോ,
നേരത്തെ ശക്തി പ്രാപിച്ച എന്തിലായിരുന്നു പൗലോസ്? ഗമാലിയന്റെ ഉപദേശത്തിലും റോമൻ ഗവർണറിന്റെ അധികാരത്തിലും. ഇപ്പം പൗലോസ് എന്തിൽ ശക്തി പ്രാപിച്ചു? ദൈവത്തിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ദൈവത്തിൽ ശക്തി പ്രാപിച്ചു തുടങ്ങിയ പൗലോസിന് ആര് വന്നു? കൊല്ലാൻ ആള്. നേരത്തെ ആരെങ്കിലും കൊല്ലാൻ ആളുണ്ടോ? നേരത്തെ പലരെയും കൊല്ലാൻ കൂട്ടുനിന്ന് അല്ലേ? പൗലൂസിനെ കാണുന്ന തേബാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് കൊല്ലാൻ നിന്നവരുടെ ഗണത്തിലാണ് ആദ്യമായിട്ട് പൗലൂസിനെ കാണുന്നത്. ഇപ്പം ദൈവത്തിൽ ശക്തി പ്രാപിച്ചപ്പോൾ പൗലൂസിനെ കൊല്ലാൻ പിടികിട്ടിയ? നിനക്ക് മിത്രങ്ങൾ ഉണ്ടാവില്ല, നിനക്ക് ശത്രുക്കളെ ഉണ്ടാവും ദൈവത്തിൽ ശക്തി പ്രാപിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ 3-ാം വാക്യം പറഞ്ഞത്, സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, അവർ ജയം കൊണ്ടത് ദേശത്തെ കൈവശപ്പെടുത്തിയത് ഓരോന്നായിട്ടൊന്ന് ചിന്തിച്ച്. വലങ്കൈയുടെ ആദ്യത്തെ അനുഗ്രഹം പറ. വലങ്കൈയുടെ ആദ്യത്തെ അനുഗ്രഹം പറ. ക്രിസ്ത്യാനികളായിരിക്കുന്ന നിങ്ങൾ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, വലങ്കൈ, എൻ്റെ നീട്ടിയ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ, നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, നീ ഭ്രമിച്ചു നോക്കേണ്ട, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ വിടിവിക്കും, അല്ലേ? ഇപ്പോഴോ പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ പല്ലേറിയതും മെതിവണ്ടിയാക്കി മാറ്റും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ഇടിച്ച് പൊടിച്ച് അത് നീ പാറ്റിക്കളയും. ഇതെല്ലാം വലങ്കൈയുടെ അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തില് വലങ്കൈക്ക് ഒരു അനുഗ്രഹമുണ്ട്. അതൊന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വേഗത്തിൽ. സമയം പോണി, ഇത് എപ്പോഴും വാച്ചോർമ്മ ചുമ്മാ. ഇളയവന്റെ തലയിൽ വെച്ചു, ഒന്ന് വലങ്കൈയുടെ അനുഗ്രഹമുള്ള മകന്റെ അപ്പനാത്തി അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹം ആക്ക്. 10-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ സുഖമായിട്ട് റെസ്റ്റ് എടുത്തിരുന്ന് എന്ത് ചെയ്യും? ഉപദേശവും പറഞ്ഞ്. അതിനുശേഷം നീ കിടന്ന് പാടുപെട്ട് ജോലിക്ക് പോകണമെങ്കിൽ വിചാരിച്ചോ, നിന്റെ മക്കൾ വലങ്കൈയുടെ അനുഗ്രഹത്തിൽ പെട്ടതല്ല. ഒന്ന് അപ്പൻ അനുഗ്രഹിക്കപ്പെടും. 2, നോക്കണമേ, ജനിച്ച നാൾ മുതൽ എത്ര വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നു അത്രയും വയസ്സ് വരെ നിന്നെ പുലർത്തുന്ന അനുഗ്രഹമാണ് വലങ്കൈയത്തിലുള്ളത്. എന്ത്? എന്ന് നീ ജനിച്ചു വീഴുന്നോ അന്ന് മുതൽ നീ മരിക്കുന്നത് വരെയുള്ള നിന്നെ സംരക്ഷിക്കുന്ന, പുലർത്തുന്ന, പോറ്റുന്ന ഒരു അനുഗ്രഹം എവിടെയുണ്ട്? വലങ്കൈക്കുണ്ട്. അടുത്ത പിന്നെ അടുത്ത അനുഗ്രഹം, സകല ദോഷങ്ങളിൽ നിന്നും. ഇത് വലങ്കരത്തിലുള്ള അനുഗ്രഹമാണ്. ഇന്ന് വരെ ഈ പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരില്ല. വലങ്കൈയുടെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന്. ഇത് വലങ്കൈയുടെ അനുഗ്രഹമാണ്. അടുത്ത വാക്യത്തിലും ചില അനുഗ്രഹങ്ങളുണ്ട്. പോട്ടെ, വീട്ടിൽ പോയി വായിച്ചോ. ഇനി ഭുജം, ലൂക്കോസ് 1:51 തൊട്ട് വായിച്ചേ. വേഗത്തിൽ.
ആ ഫുജോ എന്ന് പറയുമ്പോൾ നിന്നെ കുറിച്ച് ആരെങ്കിലും ദോഷമായിട്ട് ചിന്തിച്ചാൽ അവനെ ചിതറിക്കും ദൈവം. ആദ്യമായിട്ട് ദോഷമായിട്ട് ചിന്തിക്കുന്നവൻ അവിടെ വസിക്കൂല, അവനെ പുറത്താക്കും. പ്രിയ ദൈവങ്ങളെ, ഇതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നാൽ 1 യോഹന്നാന്റെ പുസ്തകം 2:19 വായിക്കുമ്പോൾ അവർ നമ്മുടെ ഇടയിലുള്ളവരായിരുന്നു, എന്നാൽ നമുക്കുള്ളവർ അല്ല. അതുകൊണ്ട് ദൈവം അവരെ, ചിലരൊക്കെ പറയാറുണ്ട് പള്ളിയിൽ ഇത്രയും കാലം ആക്റ്റീവായിരുന്ന ആളാണ്, പക്ഷേ അത് നമുക്കുള്ളതല്ല. അതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? അവർ നമ്മളെ ഇടയിലുള്ളവരാ, പക്ഷെ നമുക്കുള്ളവരല്ല. അങ്ങനെ ഇല്ലേ? അല്ല, നമുക്കുള്ളവരല്ല, നമ്മുടെ ഇടയിലുള്ളവരാ. ഇടയിലുള്ളതാര്? വായിച്ച പറ, ഇടയിലുള്ളതാര്? ഇടയിലുള്ളതാര്? അറിയാന്നുള്ള ഒരാൾ പറഞ്ഞ ഇടയിലുള്ളതാര്? കള. നല്ല വിത്ത് വിതച്ചു പിശാച് കൊണ്ടിട്ട കള. ഇതിനെ പറിച്ചു കളയണം. പിടികിട്ടിയ ഞങ്ങൾക്ക്? ഈ കള നമുക്കുള്ളതല്ല. ഇതിനെ പറിച്ചു കളയേണ്ട സമയത്ത് ദൈവം പറിച്ചങ്ങ് കളയും. അതുകൊണ്ട് നമ്മളെ ഇടയിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടാലും, നമ്മളെ വീട്ടിലുള്ളവരെണ്ണം നഷ്ടപ്പെട്ടാലും നമ്മൾ ഭയപ്പെടാനൊന്നും വേണ്ട. നമുക്കുള്ളതല്ല. അതിനെ ദൈവം എന്ത് ചെയ്തു? പറിച്ചങ്ങ് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത മുഖപ്രകാശം. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. വേഗത്തിൽ നോക്കണമേ. ഇവിടെ പത്രോസും യോഹന്നാനും വന്നപ്പോൾ അവൻ എങ്ങോട്ടാ നോക്കിയത്? അവന്റെ മുഖത്തേക്ക് എന്ത് ചെയ്തു? അല്ലേ? വല്ലതും കിട്ടുമെന്ന് എടുത്ത് ഉറ്റ് സൂക്ഷിച്ച് നോക്കി. അവരും അവൻ്റെ മുഖത്ത് എന്ത് ചെയ്തു? ആദ്യം മുഖത്തോട് മുഖം നോക്കിയതാര്? ആദ്യം മുഖത്തോട് മുഖം നോക്കിയതാര്? ഹലോ, ഈ ഭാഗത്തുള്ള ചോദ്യമല്ല. ആദ്യം വേദപുസ്തകത്തിൽ മുഖത്തോട് മുഖം നോക്കിയതാര്? ഏലിയാസറും റിബേക്കയും. ഏലിയാസർ നോക്കിയത് എന്തിനാണ്? എന്നെ നേർവഴിക്ക് ദൈവം കൊണ്ടുവന്നോ ഇല്ലയോ എന്നറിയാൻ. റിബേക്ക നോക്കിയ എന്താണ്? ഞാൻ ഇതൊക്കെ ചെയ്ത് എനിക്കൊരു പ്രതിഫലം. രണ്ടുപേരും മുഖത്ത് ഉറ്റു നോക്കി. ഏലിയാസറിന് മനസ്സിലായി ഞാൻ വന്ന സ്ഥലം ക്ലിയർ. റിബേക്കയ്ക്ക് മനസ്സിലായി ഞാൻ ചെയ്തതിനുള്ള പ്രതിഫലം റെഡി. പിടികിട്ടിയ? ഇവിടെ ആ ആലയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുമ്പോൾ കൊണ്ടിരുത്തുന്നവർക്കൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ഇവന് 3 നേരത്തെ ആഹാരം മാറ്റി കൊടുത്താൽ ബാക്കി വീണ പൈസയല്ല. അവരെ ഉദ്ദേശമല്ല. ദൈവത്തിന്റെ ഉദ്ദേശം ഇവനിൽ നിവർത്തിയാകേണ്ട സമയമായോ ഇല്ലയോ? എടാ, നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഇത്ര രൂപ. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായോ ഇല്ലയോ? ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇത് വെളിപ്പെടുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ മുഖത്തിൽ നിന്നാ. മോശ അറിഞ്ഞില്ല. മോശയുടെ തൊക്ക്. മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനം മൂടുപടം ഇടണമെന്ന് ആര് പ്രവൃത്തിയുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തി. മോശ അറിഞ്ഞോ?
ഇതേപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായോ ഇല്ലയോ? ഇത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നിന്നാണ്. നമ്മൾ ഇരുത്ത വെളുക്കെ കിടന്ന് പ്രാർത്ഥിച്ചാലും ദൈവപ്രവൃത്തിയുടെ സമയമാകുമ്പോൾ ആ മുഖത്തുനിന്നൊരു പ്രകാശം വരും. മനസ്സിലായ? അപ്പോഴേ പ്രവൃത്തി വെളിപ്പെടും. ഇനി 100 വയസ്സായിരുന്നാലും 120 വയസ്സായിരുന്നാലും അതുവരെ മുഖപ്രകാശം വെളിപ്പെടില്ല. എന്തുകൊണ്ട് മുഖപ്രകാശം വെളിപ്പെടുന്നില്ല? ഈ കിടന്ന് രാവും പകലും ഇന്നലെ ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, അല്ല RC പള്ളിയിലെ, നമ്മളെ മുള്ളോള RC പള്ളിയിലെ ദേവദാസ് ഒരു കാര്യം പറഞ്ഞു. ഒരു സഹോദരി വീട്ടിൽ വന്നിട്ട് ചോദിക്കുമെന്ന്, പാസ്റ്റർ പ്രാർത്ഥിച്ച് മടുത്ത്. പക്ഷേ ഇതുവരെ എന്ത് ചെയ്യില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയണേ, രാവും പകലും ഒക്കെ എന്ത് ചെയ്യണ്, പക്ഷെ കാര്യങ്ങളൊന്നും. ഇനി ദൈവം നോക്കുന്ന ഒന്നുകൂടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രീതി. അതൊന്ന് വായിച്ചു നോക്ക്. യെശയ്യാ പ്രവചനം 63:7 തൊട്ട് 9 വരെ വേഗത്തിൽ വായിക്കണം. അറുപത്തിമൂന്നിന്റെ 7. അവരെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. അതിനകത്ത് അവരെൻ്റെ മക്കൾ, കപടം കാണിക്കാത്ത മക്കൾ എന്നൊരു ഭാഗമുണ്ടല്ലോ. ദൈവത്തിന്റെ പ്രീതി ഇവർക്കുണ്ടാകണം. പക്ഷെ അവർക്ക് എന്തില്ല? കപടം ഉണ്ടാകരുത്. ആലയത്തിൽ വന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറുണ്ട്, 5 മിനിറ്റ്, അതിനപ്പുറം ഒന്നും എന്ത് ചെയ്യരുത്. അത് അവരാ ഇഷ്ടം, എന്തരായിക്കൊണ്ട് പോട്ടെ. നമുക്ക് പറയാനുള്ളൊരു ദൂത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, അനുസരിക്കാതിരിക്കുകയോ ചെയ്തിട്ട് അത് അവരെ ഇഷ്ടം. 5 മിനിറ്റ് കഴിയുമ്പോൾ അതെന്ത് ചെയ്ത് കളയണം? ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലാതെ അതിനെ എടുത്ത് നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ഹാർഡ് ഡിസ്കിൽ വെച്ചോ, അപ്പോൾ നമ്മൾ ആരായി മാറി? കപടമുള്ള മക്കളായി മാറി. അപ്പം ദൈവത്തിന്റെ പ്രീതി എന്തില്ല നമ്മളിൽ? നിങ്ങൾക്ക് മനസ്സിലായ? പ്രീതിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് വന്നത് കൊണ്ട് ചോദിക്കുക. ഏശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടി. രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയത്ത് ഏശാവ് പറയുന്നു, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. യാക്കോബ് തലേ ദിവസമേ, അല്ലെ, ഉൽപ്പത്തി 32 9 വാക്യം 14 വാക്യം എന്തിനാണ്, കുറെ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചു. ഇത് രണ്ടുപേര് പറഞ്ഞതും ആത്മാർത്ഥതയിൽ നിന്നാണോ? ആണോ? പിന്നെ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവ് തരണം. ആണെന്ന് പറഞ്ഞാൽ അതിനും തെളിവ് തരണം. പറ. എന്താ രവീന്ദ്ര മാസ്റ്റർ നമ്മളെന്തൊരു പറയണം? രണ്ടുപേരും കണ്ടുമുട്ടി. ശരിക്കും രണ്ടുപേരും പറഞ്ഞത് ആത്മാർത്ഥതയിൽ നിന്നാണോ അതോ കപടത്തിൽ നിന്നാണോ? കപടത്തിൽ നിന്നാണ് ഇവർ പറഞ്ഞതെങ്കിൽ എന്തിനു വേണ്ടി? ഞാൻ ഇങ്ങനെയൊക്കെ വചനം വായിച്ചിട്ട് കുറെ ചോദ്യ ഉത്തരവിടും. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തുകൊണ്ട്? 5 ചോദ്യങ്ങൾ ഒരു വാക്യത്തിൽ നിന്ന്. എന്നിട്ട് പഠിക്കും. ഏശാവിൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹം ദൈവം കൊടുത്തതാണോ?
ആണോ? ഇല്ല, ദൈവം കൊടുത്തതൊന്നുമല്ല. യാക്കോവിൻ്റെ ഇരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് യാക്കോവ് കൊടുക്കാൻ തയ്യാറാക്കിയത് യാക്കോവിൻ്റെ ദയ കൊണ്ടാണോ, മനസ്സലിവ് കൊണ്ടാണോ? ഇല്ല. യാക്കോവിന് ജീവൻ രക്ഷപ്പെടണം. കപടമാണ് അവിടെ. ഇത് കൊടുത്ത് എന്ത് ചെയ്യണം? തൻ്റെ ജീവനെ രക്ഷിക്കണം. ഏശാവ് ഇവിടെ യാക്കോബിൻ്റെ അനുഗ്രഹം കൂടെയാണ് ആരെ കയ്യിലിരിക്കുന്നത്? അപ്പന് 2 മക്കള് തന്നെ. ഇസഹാക്കിൻ്റെ അനുഗ്രഹം അവിടുത്തെ രാജാവിനേക്കാൾ ഇരട്ടി നന്മയുള്ളവൻ, ദാസന്മാരുള്ളവൻ. അവര് പറയണം നീ ഞങ്ങളെക്കാൾ ബലവാനായിരിക്കണം, അതുകൊണ്ട് ദേശം വിട്ട് പോണം. അപ്പൊ ഇതിന്റെ പകുതി നന്മ ആർക്കുള്ളത്? ഇത് കൊടുക്കാതിരിക്കണം തന്നെ. രണ്ടുപേരെയും കപടം മനസ്സിലായ? ഒരാളിനെ ജീവൻ രക്ഷിക്കണം, ഒരാളിനെ തൻ്റെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടരുത്. ഇതേപോലെ സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിത സഹോദരങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തങ്ങളുടെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇനി ഏശാവിൻ്റെ കയ്യിൽ വന്ന നന്മ, അപ്പന് മുമ്പേ, അപ്പൻ കൊടുത്ത നന്മയ്ക്ക് മുമ്പേ നന്മ വന്നു. എങ്ങനെ? വിവാഹത്തിൽ കൂടെ. ആ വിവാഹം ചെയ്തപ്പോൾ ഏശാവിൻ്റെ കയ്യിൽ എന്ത് വന്നു? അപ്പനും അമ്മയ്ക്കും മനോദുഃഖമായി, ഏശാവിന് സന്തോഷമായി, പണം കിട്ടി. കുറെ പണം ഗിദ്യോന്റെ മോളെ കെട്ടി. ഗിദ്യോൻ ആദ്യമായിട്ട് ഗിദ്യോൻ വിലയ്ക്ക് കൊടുത്ത സാധനം ഭൂമി. എന്തിന്? അബ്രഹാമിന്റെ ഭാര്യയെ അടക്കായി. അപ്പൊ അവനോട് ചെന്ന് കൂട്ടുകൂടുമ്പോൾ നിന്റെ അടക്ക ശുശ്രൂഷയ്ക്ക് കാലം, ആത്മീയ തകർച്ചയ്ക്ക് കാലമായി തന്നെ. ഗിദ്യോന്റെ വീട്ടിൽ ചെന്ന് പെണ്ണെടുത്തു. രണ്ടാമത് ഏശാവിൻ്റെ ഇരിക്കുന്ന അനുഗ്രഹം, ഇസ്മായിലെ കുടുംബത്തിൽ ചെന്ന് 2ഉം 3ഉം പെണ്ണ് കെട്ടി. 28-9 വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്ക്. ഉൽപ്പത്തി 28:9. അതിന് മുമ്പ് മുകളിലത്തെ വാക്യം കൂടെ ആര്? കേട്ടാ, അപ്പന് ഇഷ്ടമില്ലാത്തവളെ വിവാഹം കഴിച്ചു. എന്തിനു കഴിച്ചു? അപ്പന്റെ ഹൃദയത്തിനകത്ത് ഈ പെണ്ണിനെ കെട്ടണത് ഇഷ്ടമില്ല. പക്ഷെ എങ്കിലും അവൻ പെണ്ണ് കെട്ടിയ എന്തിന്? പറ, അവൻ പെണ്ണ് കെട്ടിയ എന്തിന്? എടാ, ഇസ്മായിലിന്റെ കുടുംബത്തിൽ ഒരു ദരിദ്രയും ഇല്ല. ഇസ്മായിലിന് 12 മക്കളെ കൊടുത്തു. 12 എന്തിനാണ്? പ്രഭുക്കന്മാരാണ്. ഇത് ആര് പ്രാർത്ഥിച്ച് വാങ്ങിച്ചു കൊടുത്ത അനുഗ്രഹം? അബ്രഹാം പ്രാർത്ഥിച്ച് വാങ്ങിച്ചു കൊടുത്ത അനുഗ്രഹം. ഈ അനുഗ്രഹത്തിന്റെ നന്മ ആരേലും ഇരിപ്പുണ്ട്? ഇസ്മായിലിന്റെ ഉണ്ട്. അവിടെ ചെന്ന് പെണ്ണ് കെട്ടിയപ്പോൾ ആ നന്മ കൂടെ ആരെ കയ്യിൽ വന്ന്? അല്ലാതെ ദൈവം കൊടുത്ത നന്മയൊന്നുമല്ല. ആണോ? വേണ്ടുന്നതെല്ലാം ഉണ്ട്. കണ്ടവനെ പറ്റിച്ചത്, പെണ്ണ് കെട്ടിയാലും കൂടെ കിട്ടിയത്. ഇവൻ ഇപ്പൊ എവിടെ പാർക്കുന്നു? ഇസ്മായിലും ഏശാവും എവിടെ പാർക്കുന്നു? പറഞ്ഞ എനിക്ക് ഏശാവ് പാർക്കുന്നത് എവിടെ? കനാൽ ദേശത്ത്. യാക്കോവ് പാർക്കുന്നത് എവിടെ? ശേഖേമില്. ഇവര് പാർക്കേണ്ടത് നേരെ തിരിച്ചല്ലേ? അപ്പൊ യാക്കോബിന്റെ അനുഗ്രഹത്തിൽ തന്നെ ഇവൻ വസിക്കണത്.
യാക്കോബിന്റെ നന്മയും എടുത്തു വെച്ചുകൊണ്ടല്ലേ ഇവൻ പറഞ്ഞത് എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന്. ഇവന് സഹോദരനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബിന്റെ മകൾ ദീനയെ ശേഖേമിന്റെ പൗരൻ എന്ത് ചെയ്തു? വഷളത്വം കാണിച്ചു. അന്ന് ഇവൻ തിരിഞ്ഞു നോക്കിയോ? എടാ, സഹോദരന് നിന്നോട് അല്പം സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ കഷ്ടകാലത്ത് അവൻ വരും നിന്റെ അടുക്കൽ. ഇല്ലാതെ അവൻ പറയണതെല്ലാം കള്ളമാണെന്നും കപടമാണെന്നും നീ തിരിച്ചറിഞ്ഞോളണം. നിന്റെ കഷ്ടകാലത്ത് അവൻ വരും നിന്റെ അടുക്കൽ. നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പം ഉദാഹരണമാണ്, ഇപ്പം ഞാൻ ഡോണിനെ ഒരു കാര്യത്തിന് വിളിക്കുകയാണ്. ഡോണ് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരു ആവശ്യം വന്നു. അവൻ വന്നില്ല. തിരിച്ച് ഞാൻ വിളിച്ച് ചോദിക്കുകയാണ്, നീ വരാത്തന്തടേ? അത് അങ്ങളെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കൊച്ചിൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ പെയ്യില്ല, പോകേണ്ട അത്യാവശ്യം വന്ന് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഇവൻ എൻ്റെ കാര്യം മറന്നു. ആണോ? എനിക്ക് എന്തെല്ലാം ബൊമ്മയാട്ടം പോലെ എന്നെ മറന്നിട്ട് തന്നെ അനു. അവനിപ്പം മുൻതൂക്കം ഏതിൽ വന്നു? അവൻ്റെ കുടുംബത്തിലെ കാര്യത്തിന്. ഏശാവ് യാക്കോബിന്റെ മുമ്പിൽ വന്നാൽ അവൻ്റെ കുടുംബത്തിലെ പ്രശ്നം. അത് ഞാൻ തെളിയിച്ചു തരാം. ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ പോയി കനാൽ ദേശത്തിൽ എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് ദർശനം തന്ന കനാൽ ദേശത്തിൽ നീ പോയി, അല്ലേ? 35 പറഞ്ഞു. പക്ഷെ അവിടെ പോകണമെങ്കിൽ നിന്റെ കാതിൽ, നിന്റെ മക്കളെയും ഭാര്യരെയും കാതിൽ എന്ത് കിടക്കുന്നു? അന്യദേവന്മാരായ കുണുക്ക്. അതിനെ ഊരി മാറ്റണം. എങ്കിലേ നിനക്ക് ഞാൻ തന്ന വാഗ്ദത്ത ദേശത്ത്. യാക്കോബ് ഒരു പ്രസ്താവന നടത്തി, എടാ, ഞാൻ വന്നത് വേർപെട്ട് ആരാധിച്ച അവിടെ പോകണമെന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സോടെ ആണെങ്കിലും മനസ്സില്ലാതാണെങ്കിലും എല്ലാവരും ഇത് ഊരി മാറ്റി ഇവർ കനാൽ ദേശത്തേക്ക് പോവുകയാണ്. അവിടെ സംഭവിച്ച ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ. ഇത് 35-ാം അധ്യായത്തിലാണ്. അവിടെ സംഭവിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ ഇപ്പം നിർത്തും. സ്റ്റോപ്പ്. ഗീത സിസ്റ്ററെ, സംഭവിച്ച കാര്യം പറഞ്ഞു. നിങ്ങൾ 35-ലായിരിക്കും നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ 35 പറഞ്ഞു. പക്ഷെ അതിലല്ല ഉത്തരം, 36-ലാ. അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിരും. 36-ന്റെ 6. കണ്ടാ, ദൈവം പറഞ്ഞെന്ന്. ദൈവം അനുഗ്രഹിച്ച അവന്റെ അനുഗ്രഹത്തിലേക്ക് കയറിയപ്പോ ഏശാവ് എവിടെ നിന്ന് വിട്ടുമാറി? കനാൽ ദേശത്തുനിന്ന്. അപ്പൊ ഇവര് നേരത്തെ സംസാരിച്ചത് ശരിക്കും ആത്മാർത്ഥതയിലാണോ അനു? സമ്പത്തും കൊണ്ട് പോയി. അപ്പൊ അവിടെ നമ്മളിപ്പോ ഞാനൊരു കാര്യം പറയാം. ഒരു അനുഗ്രഹം നമുക്ക് പറഞ്ഞത്, ഇപ്പൊ വിൽസൺ ബ്രദർ പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു കട ഇട്ടു. അതില് വാങ്ങാൻ വരുന്നവർ, കടം വയ്ക്കുന്നവരെല്ലാം നേരിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നു. തുച്ഛമായ ലാഭം മതി, അത് വർദ്ധിച്ചു വരും. അതേസമയം 2 പേര് കടം കൊടുക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. പറഞ്ഞ 6 പേരെന്ത് ചെയ്യുന്നു? ഈ കട പൊളിയും. അനുഗ്രഹം അത്രയേ ഉള്ളൂ. നമ്മളോട് ഇടപെടുന്നവർ വിശ്വസ്തരാണെങ്കിൽ ആ വ്യക്തി അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നമ്മളോട് വരുന്ന വ്യക്തി കപടമാണ് കാണിക്കുന്നതെങ്കിൽ ആ വ്യക്തി കുഴിയിലോട്ട് പോകും. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന വിശ്വസ്തതയിലാണ്. ഏശാവ് ഇവിടെ
അവിടെ രാജാക്കന്മാരെക്കാൾ ബലവാനാണ്. അവനോട് അവിശ്വസ്തത കാണിക്കാൻ ആരും തയ്യാറാകില്ല. പക്ഷെ യാക്കോബ് കനാൽ ദേശത്തിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇനി എൻ്റെ കപടം നിലനിൽക്കില്ല, ഇവൻ്റെ കൂടെ പാർത്താൽ എനിക്ക് ദോഷമുണ്ടാവും. ഇവൻ ചാടി അവിടെ നിന്ന് എല്ലാം കൂടെ കൊണ്ടെന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവൻ പറഞ്ഞ വാക്ക് കപടമല്ലേ? അനിയ വാ, ഇവിടെ താമസിക്കാം. ഏശാവിനറിയാം യാക്കോബ് ഇവന്റെ അടുത്ത് പാർത്താൽ ഒരിക്കലും ഏശാവിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പറഞ്ഞ കാരണം ഏശാവിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല ഒരിക്കലും. അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരെ? പൗലൂസ. പൗലൂസ് ഒരു കാര്യം പറഞ്ഞു. എബ്രായ ലേഖനം 12:14 ഒന്ന് വായിച്ച് നിർത്തിക്കോ. ആ കണ്ട, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഇവന് കഴിയയില്ല. അതുകൊണ്ട് ഇവന് ശുദ്ധീകരണം പ്രാപിക്കാനും. കാരണം ഇവന്റെ വീട്ടിൽ ഇരിക്കുന്ന 3 ഭാര്യമാരും ആരാണ്? ദൈവം വെറുത്ത പറ ഹിത്യന്റെ, കനാന്യന്റെ, ദൈവം ഇഷ്ടപ്പെടാത്തവന്റെ വീട്ടിലുള്ള പെണ്ണാണ് ഇവന്റെ വീട്ടിലെ ഭാര്യ. ഇവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല ശുദ്ധീകരണം. വിവാഹത്തിൽ വരുന്ന കുഴപ്പങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവന് സമാധാനം ആചരിക്കാനും കഴിയില്ല. ഇവന്റെ ഹൃദയം കടൽ പോലെയാ, ഇളകി മറിയും, ചെളിയും ചേറും ഇവന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തള്ളിക്കൊണ്ടേയിരിക്കും. ഇവന് സമാധാനം ആചരിക്കാൻ കഴിയില്ല. അടുത്ത കണ്ട, ഇത് ശുദ്ധീകരണം. ഇവന് ഈ 3 ഭാര്യമാരെ കളയാൻ പറ്റുമോ? കാരണം ഇവന്റെ നന്മ എത്രയും അവരെയൊക്കെ കൂടെ ഉള്ളതാണ്. അവർ പറയും എറാ, എൻ്റെ മോക്ക് കൊടുത്ത എല്ലാം എറാ പലിശ സഹിതം ഇട്, എന്നിട്ട് എൻ്റെ മോക്കൊരു ജീവനാംശവും കൊടു. ഇത് ആലോചിക്കുമ്പോൾ ഈ മുള്ള് കൂടെ ഇരുന്നോട്ട്. ഈ മുള്ള് ഇവന് ശുദ്ധീകരണം പ്രാപിക്കാൻ ഒരിക്കലും എന്തില്ല. കാരണം ഇവന്റെ കൂടെ ഇരിക്കണം പകുതി ആരാണ്? ഇതിനിപ്പുറം ആരാണ്? ഈ 3 ഭാര്യമാര്. ഇതിനിപ്പുറം ഇവനുള്ളൂ. ആഹാരം കഴിച്ചു, പിത്തരസമുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് അത് ദഹനരസമുള്ളിടത്ത് വന്നു. അടുത്തത് മലാശയ രസത്തിലേക്ക് പോയി. അവിടെ വെച്ചാണ് വേർതിരിക്കുന്നത് നല്ലതും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടെ പോകും? 3 സ്ഥലത്ത്. അവിടെ വെച്ച് വേർതിരിക്കുമ്പോൾ ഇവൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തത് ആര്? ദൈവത്തിന് ഇഷ്ടമില്ലാത്തവള്, അപ്പനെ വ്യസനിപ്പിക്കുന്നവള്. ഇവന് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുമോ? കാരണം അടുത്തൂടെ വരും മോളെ. ഇവന്റെ മനസ്സിൽ എന്തരായി? ദൈവകൃപ വിട്ട് പിന്മാറി. ഇവന്റെ ഉള്ളിനകത്ത് ഇപ്പം വെറും കയ്പേ. ഞാൻ എൻ്റെ മോള് എൻ്റെ മരുവൻ ചെറുകുട്ടി. ഇതേ ഇപ്പൊ എന്തുള്ളൂ ഉള്ളിനകത്തുള്ളൂ. ഇതാണ് കയ്പ്. ദൈവസന്നിധിയിൽ ഇതാണ് ഏറ്റവും വലിയ കയ്പ്. കയ്പ് മുളച്ചു. അപ്പൊ ഏശാവ് ഇപ്പൊ ആരാണ് മോളെ? അഭക്തൻ. എന്ന് മുതല്? എന്ന് പായസം കുടിച്ചോ? അന്ന് മുതൽ അഭക്തനാണ്. നമ്മൾ എന്ന് അർഹിക്കാത്തത് ഭക്ഷിച്ചോ? എന്ന് അർഹിക്കാത്തത് നമ്മുടെ കയ്യിൽ വന്നോ?
എന്ന് നമ്മൾ അറിയിക്കാത്തവരെ കൂട്ടത്ത് പോയോ, അന്ന് മുതൽ നമ്മൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനസാന്തരത്തിന് ഇതാണ് കപടം. ദൈവസന്നിധിയിൽ വന്നിട്ട് ഇതാണ് കപടം. ഇതുകൊണ്ടാണ് ദൈവത്തിന് പ്രീതി നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ദൈവവചനത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം, അല്ലേ? 2 പത്രോസിന്റെ ലേഖനം 1:3 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വചനത്തിനകത്ത് എന്തുണ്ട്? ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം, എല്ലാം. വായിച്ചു നോക്ക. കണ്ട, വചനത്തിനകത്ത് എന്തുണ്ട്? ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നമുക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കണം. ആ പ്രീതി ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താകരുത്? കപടമുള്ള മക്കൾ ആകരുത്. നമ്മൾ ജനിച്ചത് ചിലപ്പോൾ ഒരപ്പൻ്റെ അമ്മയുടെയും മക്കളായിട്ടായിരിക്കാം, ഒരമ്മയുടെ ഉദരത്തിൽ കിടന്നായിരിക്കാം. പക്ഷേ യേശാവിനൊരു കപടം, യാക്കോബിന് മറ്റൊരു കപടം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ ഒരു അനുഭവം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.